ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്ളോഗ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ടു. ഞാൻ സത്യം പറയാം, ടു ബി ഹോണസ്റ്റ്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമുക്ക് അത്രയും വ്യൂസ് വരും എന്നുള്ളതൊന്നും. ഞാനൊരു 100 പേരെങ്കിലും ഈ വീഡിയോ കാണുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇട്ട് കഴിഞ്ഞത്. പക്ഷേ ഭാഗ്യവശാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ട്. നമ്മളെ വീഡിയോ ഓൾമോസ്റ്റ് 27K 27,000 ആളുകൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി 2000 എബോവ് സബ്സ്ക്രൈബേഴ്സായി. പക്ഷേ കഴിഞ്ഞ വീഡിയോൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മൈക്കും കിണ്ടാൻ വേണ്ടിയൊക്കെ വാങ്ങി. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ആവശ്യത്തിൽ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. അത് ഞാൻ നിങ്ങളെ അറിയിച്ച കമൻറ്റിലൂടെയാണ് ഞാൻ അറിഞ്ഞത് മൈക്ക് ഓണായിട്ടില്ല എന്നുള്ളത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു റിസീവർ ഉണ്ട്. ഈ റിസീവർ ഫോണിൽ കണക്ട് ചെയ്യാതെയായിരുന്നു 19 മിനിറ്റ് ഡ്യൂറേഷനുള്ള ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങളെ ആ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ 1-2 സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഡൗൺ ടൗണിലേക്ക് പോകണം, അതായത് കോർ ടൊറൻറ്റോയിലേക്ക് പോവാണ്. നമുക്ക് ഒരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോകണം, വിഷ്വൽസും ഇവിടുന്ന് ബസ് കയറി അവിടെ എത്തുന്ന വരെയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടൻറ്റ്സ് നമുക്ക് ഡൗൺ ടൗണിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ടൊറൻറ്റോയുടെ പീക്ക് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക്, ഡൗൺ ടൗണിലുള്ള കുറച്ച് പീക്ക് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. കമോൺ. അങ്ങനെ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. അതായത് റോഡ് സൈഡിൻ്റെ അറ്റത്ത് 2 സൈഡിലും കഴിഞ്ഞ ആഴ്ച പെയ്ത മഞ്ഞ് കോരിട്ടേക്കണേണ്. ഇത് പിന്നെ ഐസെല്ലാം മെൽറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഭയങ്കര അലമ്പായിട്ട് കിടക്കണേ. ഇതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരുന്നത്. ഈ പുള്ളി ടൊറൻറ്റോയിൽ വന്നിട്ട് 2 വർഷമായിട്ടുണ്ടെങ്കിലും ഇതുവരെ പബ്ലിക് ട്രാൻസിറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ബസ് കയറാൻ പോകണം, കാരണം പുള്ളി കാറിലാണ് ഫുൾ ട്രാവലിങ്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളി ബസ് കയറാൻ പോകണേണ്. പുള്ളിനെ ഞങ്ങൾ ഡൗൺ ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ കൊണ്ടുപോകണേണ്. ഓക്കെ, ഇത് നമ്മൾ അക്ഷയ് കുറച്ച് ചുള്ളനായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ലെറ്റ്സ് സീ. നമ്മളെ ബസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ബസ്സിൽ കയറി പോവാം. ബസ്സിൽ നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്യണം. ഇല്ലല്ലോ, വലിയ തിരക്കൊന്നുമില്ല. ഇയാൾ ആദ്യമായിട്ട് ബസ് കയറുന്ന കാരണം ആദ്യം പാസഞ്ചേഴ്സ് ഇറങ്ങാൻ നമ്മൾ മാറി കൊടുക്കുക. ഓക്കെ 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 ഓക്കെ, നമ്മൾ കാർഡ് ടാപ്പ് ചെയ്ത് ബസ്സൊക്കെ അലമ്പായിരിക്കണേണ് വെതറായത് കാരണം. നമ്മൾ ബസ്സിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ബസ് കയറി ഇപ്പോൾ കെന്നഡി സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെന്നഡി സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് അവിടുന്ന് സബ്വേ എടുക്കണം. ഏറ്റവും കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 3 ഇന്ത്യൻസ് കേരളത്തിൽ ചൂടിൽ ജനിച്ചു വളർന്ന ആൾക്കാർ ഹുഡിയും ഇതൊക്കെ ഇട്ടിട്ട്, ഇവിടെ ജനിച്ചു വളർന്ന കുറേ വെള്ളക്കാർ കുറേ ജാക്കറ്റും പൊതിഞ്ഞ് കെട്ടി, കൈയും പൊതിഞ്ഞ് തലയും പൊതിഞ്ഞ്, അവർക്ക് തണുപ്പൊന്നും താങ്ങാൻ പറ്റില്ല, നമുക്ക് തണുപ്പൊക്കെ താങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ഇനി സബ്വേ എടുക്കാൻ പോവാണ്. സബ്വേ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് പോകണം. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് എസ്കലേറ്റർ വഴി ഇറങ്ങിയിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഇറങ്ങാം. ഫ്ലോറൊക്കെ ഭയങ്കര അലമ്പാട്ടോ. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ പുറത്ത് ഉപ്പിടുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ചായ മേടിക്കാൻ കൊടുത്തു. എത്ര $1 $2 എങ്ങാണ്ടതോ? അല്ല, അത് കിട്ടില്ല, അത് സാമാറിയാണ്. അതൊക്കെ ഡിസ്പ്ലേക്ക് വെക്കണതാ. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഉപ്പിട്ടത് കാരണമാണ് അങ്ങനെ അലമ്പായി കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ എസ്കലേറ്റർ വെച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങണം. നടന്നിറങ്ങാം, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഓൾറെഡി ഒരു ഫ്ലോറ് അണ്ടർഗ്രൗണ്ടിലെത്തി. അടുത്ത ഫ്ലോറിലാണ് സബ്വേ വരുന്നത്. ഓക്കെ, ഏതാ? ഇതാണ് സബ്വേ. ഇതൊക്കെ ജാംബോൻ്റെ കാലത്തിലെ സബ്വേ കേട്ടോ. ഭയങ്കര പഴക്കമുള്ള സബ്വേയാണ്, ഭയങ്കര പഴയതാ. വാ കയറാം. ഏത് ബോഗി കയറും? ഇവിടെ കയറിയാലോ? കയറിക്കോ, അക്ഷയ് കയറിക്കോ. എവിടെയെങ്കിലുമൊക്കെ ഒന്നിരിക്കാം. അപ്പോൾ 2 സ്റ്റോപ്പും കൂടെ നമുക്കിങ്ങനെ പുറത്തേക്കൂടെ വണ്ടി ഓടും. അതിനുശേഷം കംപ്ലീറ്റ്ലി അണ്ടർഗ്രൗണ്ടിലേക്ക് മാറും. അപ്പോൾ നമ്മൾ നേരത്തെ സബ്വേന്ന് ഇറങ്ങി അടുത്ത ലൈനിൽ കയറി. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സബ്വേ. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് രാവിലെ വർക്കിനായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും യൂസ് ചെയ്യുന്നൊരു സബ്വേ ആണത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോകണേ. ഓക്കെ, അങ്ങനെ നമ്മൾ സബ്വേ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു വലിയ മാളിലേക്ക് പോവാണ്. ടൊറൻറ്റോ ഈറ്റൺ സെൻറ്ററിലേക്ക് പോകണതാണ്. ഈറ്റൺ സെൻറ്റർ കംപ്ലീറ്റ്ലി അണ്ടർഗ്രൗണ്ട്, അതായത് ഒരുപാട് കിലോമീറ്ററുകളോളം അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു വലിയ മാളാണ്. ഓക്കെ, ഈ മാള് കണക്ട് ചെയ്തിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. യെസ്, ഡയറക്റ്റ് മാളിലേക്കാണ്. അങ്ങനെ നമ്മൾ ഈറ്റൺ സെൻറ്ററിനകത്തേക്ക് എത്തി. ഇത് അതായത് ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും 3 നില താഴേക്ക് അണ്ടർഗ്രൗണ്ട്, നമ്മൾ ഓൾറെഡി അണ്ടർഗ്രൗണ്ട് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും 3 നില താഴേക്ക് ഈ മാളുണ്ട്. ആ മുകളിൽ കാണുന്ന അവിടെയാണ് ആക്ച്വലി ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ബാക്കി കാണുന്ന എല്ലാ ലെവലും അണ്ടർഗ്രൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലെവലിലാണുള്ളത്. ഇതാണ് ടൊറൻറ്റോ ഈറ്റൺ സെൻറ്റർ. ഓക്കെ, ഇതിൽ ഈ യുണീക്ലോ ഈ സ്റ്റോറിൽ നിന്നാണ് ഞാൻ കാര്യമായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കൽ. ഇത് ഒരു കൊറിയൻ ഏഷ്യൻ ഒക്കെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പാണ്. നല്ല അടിപൊളി ഔട്ട്ഫിറ്റ്സ് നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടും. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ കളക്ഷൻസ് കാണിച്ചു തരാം. അടിപൊളി കൊറിയൻ ഔട്ട്ഫിറ്റ് ഒക്കെ കിട്ടുന്ന കിടുക്കാച്ചി കടയാണ് യുണീക്ലോ. ഇവിടെ ചെനമ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് 3-4 നിലയിൽ ഒരുവിധം ലോകത്തുള്ള ഔട്ട്ലെറ്റ്സ്, നല്ല കിടിലൻ ഔട്ട്ലെറ്റ്സുകളെല്ലാം കിട്ടും. ഞാൻ നിങ്ങൾക്ക് സ്ട്രീറ്റ് കാണിച്ചു തരാം. ഡണ്ടാസ് സ്ട്രീറ്റ്. ഡണ്ടാസ് ഇവിടുത്തെ ഒരു മെയിൻ ഹബ്ബാണ് ആക്ച്വലി. ഇപ്പോൾ ആകെ സ്നോ പെയ്ത് അലമ്പായിരിക്കുക. കുറേ ജയൻറ്റ് സ്ക്രീൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ ന്യൂയോർക്ക് നഗരം US-ലാണെങ്കിൽ ടൊറൻറ്റോയിൽ ഡണ്ടാസാണ് നമുക്ക് അതിന് ബദലായിട്ടുള്ള സ്ഥലം. ഇതെല്ലാം സ്ക്രീൻസാണ്, എല്ലാ സൈഡിലും സ്ക്രീൻസാണ്. ഇതിൻ്റെ മുകളിലൊക്കെ സ്ക്രീൻസാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യുണീക്ലോയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. യുണീക്ലോയിൽ അടിപൊളി കളക്ഷൻസുള്ള സ്ഥലമാണ്. ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും അടിപൊളി. ഈ കൊറിയൻ ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബാഗി ഫിറ്റുകൾ, അതുപോലത്തെ കിടുക്കാച്ചി ഔട്ട്ഫിറ്റ്സ് കിട്ടുന്ന ഒരു കടയാണ് യുണീക്ലോ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ ലേഡീസ് സെക്ഷനാണ്. ജെൻസിൻ്റെ സെക്ഷൻ വരുന്നത് മുകളിലാണ്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഏഷ്യൻസ്, എല്ലാ എത്നിസിറ്റിയിലുള്ള ആൾക്കാർ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഇവരുടെ റേറ്റ്, ബട്ട് ഔട്ട്ഫിറ്റ് ഒരു രക്ഷയില്ലാത്ത ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഈ മാനിക്യൂനൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല കിടിലൻ ഔട്ട്ഫിറ്റ്സ് കിട്ടുന്ന ഒരു കടയാണ്. പീസ് ഔട്ട്. ജെൻസിൻ്റെ സെക്ഷൻ മുകളിലോട്ടോ, ഭയങ്കര വലിയൊരു ഷോപ്പാണ്. മുകളിലേക്ക് പോകണം. അപ്പോൾ ഹലോ ഗായ്സ്, വൈഷ്ണവ് ജി, എടാ അക്ഷയ്, അപ്പോൾ നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലെത്തി. ഇവിടെയും അടിപൊളി കളക്ഷൻസാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കളക്ഷൻസാണുള്ളത്. ഈ മാനിക്കിനൊക്കെ സ്റ്റൈൽ ചെയ്തേക്കണുണ്ടോ? ഇത് എൻ്റെ കയ്യിലുള്ള ടീഷർട്ട്സ്. ഇത് കൊറിയൻ ബ്രാൻഡാണ്, കൊറിയനാണ്. കിട്ടുക്കാച്ച് സാധനങ്ങളാണ്. ഞാനിവിടുന്ന് ഒരുപാട് സാധനങ്ങൾ ആക്ച്വലി വാങ്ങിയിട്ടുണ്ട്. കാരണം നല്ല കിട്ടുക്കാച്ച് ബൂട്ട് കട്ട് സൈസും, എന്താ പറയുക, നല്ല വൈറ്റ് ഫിറ്റ് കിട്ടുന്ന ജീൻസ് കാര്യങ്ങൾ, നല്ല ജാക്കറ്റ്സ് എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി കടയാണിത്. ഓക്കെ, പക്ഷേ ആ ബൂട്ട് കട്ട് പാൻറ്റുകളൊക്കെ അത് നീ ഇടുന്ന ടൈപ്പല്ല, എൻ്റെ ടൈപ്പാണ്. ആ ജീൻസുകൾ കണ്ടോ? ഏതാ? ഇതെല്ലാം ഓഫർ പ്രൈസിൽ കിടക്കണേ അടിപൊളി സാധനങ്ങളാണ്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ്, അതാണ് ഇവരുടെ ഡിസൈൻ. ഹലോ, ഷർട്ടൊക്കെ നോക്കിയേ, പേട്ട ഷർട്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നല്ല ഷർട്ടൊക്കെ ആണെങ്കിലും എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടുത്തെ സ്റ്റാഫ്സ് ഒരുവിധം എല്ലാം കൊറിയൻസാണ്.
നമ്മളിടുന്ന പോലത്തെ പാൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഞാൻ മേടിക്കണത്. ഭയങ്കര സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എനിക്കറിയില്ല. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കിടുക്കാച്ചി കുറേ ഔട്ട്ഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഡു ചെക്ക് ഔട്ട് യൂണിക്ലോ. അത് യൂണിക്ലോ എല്ലാ രാജ്യത്തും ഇല്ല, പക്ഷേ ഉള്ളവിടുത്ത് പോയി ചെക്ക് ചെയ്തോ, അടിപൊളിയാണ്. അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മൾ യൂണിക്ലോയിൽ കയറിയിട്ട് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ നോക്കി. അപ്പോൾ അത്യാവശ്യം ഓഫറിൽ ഷർട്ടും കാര്യങ്ങളൊക്കെ സെയിലിൽ കണ്ടപ്പോൾ നമ്മൾ ഈ ഷർട്ട് എടുക്കാൻ തീരുമാനിച്ചു. ഈ ഷർട്ടും പിന്നെ ഒരു 2 ഷർട്ടും കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല ഡീൽ കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ ഷർട്ട് 3 എടുക്കാൻ പോകുന്നതിന് നമുക്കൊരു കിടിലം ബാക്ക് പാക്ക് ഉണ്ട്. ലാപ്ടോപ്പിന് പറ്റിയ നല്ലൊരു ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കത്തിയാണെങ്കിലും എനിക്ക് ബാഗ് ഭയങ്കര ലൈറ്റായി. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗും കൂടെ മേടിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഇരിപ്പുണ്ട്, പിന്നെ ഒരു ഈ ഷെയ്ഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഏത് കളർ മേടിക്കണം എന്നൊരു ഡൗട്ടുണ്ട്. വൈശാഖ് ജി, ബ്ലാക്ക് ഓർ ഗ്രേ? വൈശാഖ് ജി പറയണത് ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് എടുക്കാൻ പോകണം. $59, ഇത് $60. മൈ ഗാഡ്. അപ്പോൾ നമ്മൾ അതും കൂടെ മേടിച്ച്, ഇത് രണ്ടും കൂടെ പിടിക്കാൻ പറ്റണമല്ലോ. ഏതായാലും ബില്ല് ചെയ്യാൻ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനങ്ങൾ ബില്ല് ചെയ്യാം. ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത സെൽഫ് ചെക്കൗട്ടാണ്. നോർമലി നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണല്ലോ സെൽഫ് ചെക്കൗട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ചുമ്മാ ഈ ബാസ്ക്കറ്റിനകത്തേക്ക് ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രൈസ് മെഷീൻ സ്കാൻ ചെയ്യും. ഓക്കെ, ഇത് ഓൾറെഡി നീ ബില്ല് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഓരോരോ സാധനം എടുത്തിടാം. അപ്പം അക്ഷയുടെ സാധനമുണ്ട്. ഫസ്റ്റ് അത് ഡു യു ഹാവ് ആപ്പ്? യെസ്, എൻ്റെ കയ്യിൽ ആപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാം. ആപ്പ് ഉണ്ട്, സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് ഇതെന്തുവാ? ഇത് നിൻ്റെ ഐറ്റംസ് ആണോ? ഓ, അത് ആദ്യം ഒന്ന് ബാക്ക് അടിച്ചിട്ടേ നമുക്ക് ഫസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. ഡു ഹാവ് അവർ ആപ്പ്? യെസ്. ഓക്കെ, ഇനി നമ്മൾ ഐറ്റംസ് പ്ലേസ് ചെയ്യണം 1 by 1. ഒന്ന് ഫസ്റ്റ് പ്രൈസ് കണ്ടോ? പ്രൈസ് വന്ന് 2, 3. ഓക്കെ, ബാഗ് വേണോ? വേണ്ടല്ലോ. വെയിറ്റ് 60-47. ഒരു മിനിറ്റ് വെയിറ്റ് ബ്രോ. ഫോളോ ഡയറക്ഷൻസ് ഓൺ ദ ടെർമിനൽ. എന്താ പറയുക? ഒരു മിനിറ്റ്. ഐ നീഡ് ട്രാൻസാക്ഷൻസ് വരണം. കാരണം എനിക്ക് കാർഡൊന്നും യൂസിങ് ഇല്ല. അതിലേ പ്രോസസ്സിങ്ങിലാണോ? ഇപ്പോൾ നത്തിങ് മാറ്റർ ബ്രോ, എല്ലാം സെയിമാണ്. 2 രീതിയും സെയിമാണ്. രണ്ടും സെയിമാണ്. എനിക്ക് ഇവിടെ 2 പർച്ചേസ് ആയിട്ട് കാണുമല്ലോ, മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായോ? ആ ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അടുത്ത അല്ലല്ല, എനിക്ക് ഓഫറില്ല. അത് നോക്കിയോ, പർച്ചേസ് കാണിക്കാൻ, പർച്ചേസ് ഹിസ്റ്ററി തരാൻ, മനസ്സിലായോ? ഓക്കെ, 2 എൻ്റെ 3 ഷർട്ട്. ബാഗ് സങ്കടമാണ്. $135. എത്ര രൂപയായി നാട്ടിലെ? $135 എത്ര രൂപയായി? അതിൽ $15 ടാക്സ്, അതായത് ഏകദേശം $1000 ടാക്സ് അല്ലേ? ഇന്ത്യയിലെ ഷോപ്പിംഗ് ബാഗ് നോ ക്രെഡിറ്റ്. എന്നിട്ട് നമ്മൾ ഫോൺ വെച്ചിട്ട് കാർഡ് സെലക്ട് ചെയ്യുന്നു, പേ ചെയ്യുന്നു. $135 പോയപ്പോൾ ഭയങ്കര ആശ്വാസം. അതായത് ഏകദേശം എത്ര രൂപയായി?
ഒരു $100 എന്ന് പറഞ്ഞാൽ 6000 രൂപയായി. ഒരു 8000 രൂപയോളം അല്ലേ, ഏകദേശം 8000 രൂപയ്ക്കാണ് നമ്മളൊരു ബാഗും 3 ഷർട്ടും മേടിച്ചത്. പക്ഷേ ഈ ബ്രാൻഡിൽ നിന്ന് ഇത്രയും സാധനം മേടിക്കൽ ഓഫർ ഉണ്ടായത് മാത്രം മേടിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ മേടിക്കില്ല. കാരണം ഭയങ്കര ഓഫറിലാണ് നമുക്ക് ഈ പ്രൈസ് സാധനം കിട്ടിയത്. ബാഗിന് ഓഫറില്ല, ഷർട്ട് ഓഫറിലാണ് കിട്ടിയത്. കൂൾ. അപ്പോൾ നമ്മൾ സാധനം മേടിച്ച്, ബാഗ് മേടിച്ച്, 3 ഷർട്ട് മേടിച്ച്, അക്ഷയും 3 ഷർട്ട് മേടിച്ച് നമ്മൾ താഴെ പോകണേണ്. ഇനി 1-2 സ്ഥലത്ത് പോയിട്ട് കുറച്ച് സാധനം കൂടി നോക്കണ്ട. നമ്മൾ മെയിനായിട്ട് നമ്മളിപ്പോഴും വാങ്ങിയിട്ടില്ല, അപ്പോൾ അതും കൂടി നോക്കണം. ഓക്കെ, കുറേ പൈസ കൂട്ടി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. നമുക്കിനി ആപ്പിൾ സ്റ്റോറിലൊന്ന് പോകണം. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് മാക്ബുക്കിലേക്ക് മാറണം എന്നുള്ളത്. കാരണം എൻ്റെ ലാപ്ടോപ്പ് വൈഫിന് യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന HP ലാപ്ടോപ്പ് അവൾക്ക് കൊടുത്തിട്ട് എനിക്ക് ഒരു മാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പിൾ സ്റ്റോറിലേക്ക് പോയി നോക്കാം. നമ്മൾ ആപ്പിൾ സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. ഭയങ്കര ഒരു വലിയ മാളാണ് കേട്ടോ ഇത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കിലോമീറ്ററോളം എന്താ പറയുക വ്യാപ്തിയുള്ളൊരു മാളാണിത്. ഇത്രയും നിലകളിലായിട്ട്. ഇതിന് താഴേക്ക് ഇനിയും ഉണ്ട് ഫ്ലോറ്. നമ്മൾ ഈ ഒരു ഷൂ മേടിക്കാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂ ബാലൻസിൻ്റെ നാട്ടിൽ ഒരുപാട് ചാത്തൻ സാധനം കിട്ടും ഇതിൻ്റെ, പക്ഷേ ഇവിടെ ചാത്തൻ കിട്ടില്ല. ന്യൂ ബാലൻസിൻ്റെ 906 സീരീസിൽ വരുന്ന സാധനമാണിത്. ഒരു കിടിലൻ ഷൂ ആണ്, പക്ഷെ വില കുറച്ച് കത്തിയാണ്. $185 വരും. ഓൾമോസ്റ്റ് 10,000 അല്ലേ, 10,000-ന് മുകളിലായി. പക്ഷെ ഭയങ്കര കംഫർട്ടബിളാണ് ഈ ഷൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നല്ല സുഖമാണ് ഇത് ഇടാൻ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെയ്യും ഗൈസ്. നിങ്ങളെന്താ പറയണേ? വാങ്ങിക്കണേ? ഓൺലൈനിലും സെയിം പ്രൈസാണ് കിടക്കണേ. ഏതായാലും നമുക്ക് നോക്കാം, ഒന്ന് ചിന്തിച്ചിട്ട് പ്രോസസ്സ് ചെയ്യണത്. കാരണം എനിക്ക് ഇനിയും വലിയൊരു പർച്ചേസ് നടത്താറുണ്ട് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട്. അപ്പോൾ അതോടുകൂടി എൻ്റെ കിഡ്നി തകരും. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാത്ത് ആൻഡ് ബോഡിയിലാണുള്ളത്. ബാത്ത് ആൻഡ് ബോഡിയിൽ ഡീൽ നടക്കുന്നുണ്ട്. ബൈ 3 get 3 ഫ്രീ ആണ് ഓഫർ. 3 സാധനം മേടിച്ചാൽ 3 സാധനം നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ബോഡി ലോഷനും സ്പ്രേയും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചു. വീട്ടിലേക്ക് കൊടുത്തേക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബോഡി ലോഷൻ കിട്ടി, ഒരു ബോഡി ക്രീം കിട്ടി, ഒരു ബോഡി സ്പ്രേ മേടിച്ച്. ഇനി വേറെ ഒരു 3 ഐറ്റംസും കൂടി എടുക്കണം. ഒരു ബോഡി ലോഷനായി, ബോഡി ക്രീമായി, ഒരു ബോഡി സ്പ്രേ ആയി. ഇനി വേറെ ഫ്ലേവറിൽ സെയിം ഫ്ലേവർ വേണ്ട, ഡിഫറെൻ്റ് ആയിട്ട് ഡൈവേഴ്സിഫിക്കേഷനാണ് നമ്മളെ മെയിൻ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അടിപൊളി സാധനമാണ്. ഈ ഷോപ്പൊന്ന് കാണിച്ചു കൊടുക്കടാ. മൊത്തത്തിൽ ഇവിടുത്തെ കളക്ഷൻ ചുമ്മാ കറങ്ങിയിട്ട് അടിപൊളി സാധനങ്ങളാണ്. ഒരുപാട് ആൾക്കാർ ഷോപ്പ് ചെയ്യണ കടയാണ്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. സൂപ്പറാണ്, അത്യാവശ്യം പോപ്പുലറാണ് ബാത്ത് ആൻഡ് ബോഡി. Need a suggestion from you if you don't mind. Yeah. I'm looking for a body lotion or body cream just for my girlfriend. To be honest with you, I have no idea about the ladies' preference. Okay. So I just need you just a suggestion from you. What about if you were to layer up on one of the existing fragrance mists that you bought? What about if you did the lotion? Which one? With this one? This one. All right. That might be a nice one to layer because the more of the scent you put on, the more that it lasts, right? So that's if you better. do the lotion and then the scent on top, Okay. I think it would be a really good one. So this is the best This is one. very popular for women, yeah. All right. Then I'll go with your Yeah. advice. Do Okay. you want me to grab it for you? Yeah, Yeah, please. the lotion or the cream? Lotion. Lotion. Yeah. Okay. നല്ലതാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം കേട്ടോ, പരിപാടി അറിയാൻ തോന്നുന്നു. താങ്ക് യു, അപ്രീഷിയേറ്റ് ദാറ്റ്. No problem. അപ്പോൾ ഇതായിക്കോട്ടെ. അപ്പോൾ ഇതേതാ? ഇത് വേറെ. ഇപ്പം എത്ര ഇത് രണ്ടെണ്ണം ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ. ഏത്? ഇത് രണ്ടും ഒരേ അത് കുഴപ്പമില്ല. അങ്ങനെ മാറി മാറി അടിച്ച് അല്ലെങ്കിൽ വേറെ സ്പ്രേ എടുക്കണോ? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയോ നിങ്ങൾ മേടിച്ചേ? വേറെ ഉള്ളത് ഇതാണ്. ഇത് നല്ലതായിരുന്നു. അത് രണ്ടും നീ ഇതിന്റെ ഇത് ക്രീം കൊടുത്തല്ലോ. നോക്കണ്ട. ഇത് ഒരുമിച്ച് ഉപയോഗിക്കണില്ലല്ലോ. ഞാൻ നമ്മൾ സാധനം മേടിച്ചു. ഇനി ബില്ല് ചെയ്യാൻ പോണ്. എത്ര കാശ് ഇവിടെ പൊട്ടി എന്നുള്ളത് നോക്കാം. ഓഫർ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ സാധനം മേടിച്ചത്.
മൊത്തം ലേഡീസിൻ്റെ ക്രീമും ബോഡി ലോഷനൊക്കെയാണ്. 64? Yeah. Let's go. Including everything. Good? Alright. Approved. Thank you. Thank you. Spell your email. You need my email? Yes, you do. ARSHUNY Yeah. @gmail.com. Thank you so much. Have Alright. a nice one. Thank you. Bye-bye. ഓക്കെ ഗായ്സ്, പോകാം ഗായ്സ്. ഇതെല്ലാം കൂടെ പക്ഷേ ഇപ്പോഴും നമ്മളെ പ്രധാന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആപ്പിൾ സ്റ്റോറിൽ പോകണം. മൈ ഗാഡ്, ഞാനൊരു അംബാനി ലൈഫായോ ഗായ്സ്. ഇതൊന്നും കാശുണ്ടായിട്ടല്ല, പക്ഷേ നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തയക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു, അത്രേ ഉള്ളൂ. ഇതെല്ലാം നാട്ടിലേക്ക് പാക്കറ്റാക്കി കൂട്ടുകാരൻ പോകുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ ആളെ കൂടെ ഈ സാധനമെല്ലാം നമ്മൾ അയക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് ലോക്കറിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് ലോക്കറിൽ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഏതാണെന്നറിയോ? ഈ കുഞ്ഞു ചെരുപ്പുകളുണ്ട്. ഇത് കുഞ്ഞു മക്കളെ ചെരുപ്പുകളാണ് കേട്ടോ, ബേബി ചെരുപ്പുകളാണ്. ഇത് ഇത്ര വലിപ്പമൊന്നുമില്ല, ഭയങ്കര ചെറുതാണ്. അത് ചെറിയ മക്കളെ, ഈ ടോട്ടലേഴ്സിൻ്റെയാണ്. 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളതൊക്കെ. ഇതൊക്കെ എൻ്റെ വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ അവരെ കാലുമട്ട് കാണാൻ. പക്ഷെ കൊടുക്കത്തെ റേറ്റാണ്. നമുക്ക് പറ്റിയ ഏതെങ്കിലും ഷൂ ഉണ്ടോയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. ഉഫ്, എൻ്റെ ബാഗ്. $70 ഉണ്ട് അവിടെ, ഹനാൻ്റെ $70. നമ്മളിനി നേരെ പോണത് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ മാക്ക് നോക്കാൻ പോണേന്. ആ ഒരു ആഗ്രഹം കൂടി സഫലീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. ഈ ആപ്പിൾ സ്റ്റോറിൻ്റെ ഈ പുതിയ സീരീസ് ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ക്യൂ നിൽക്കാണ്ട് ആൾക്കാർക്ക് ഫോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിരന്നങ്ങോട്ട് നിൽക്കും ആൾക്കാർ. അങ്ങനെ നമ്മൾ മാക്കിൻ്റെ സെക്ഷനിലെത്തി, ആപ്പിൾ സ്റ്റോറിലെത്തി. മാക്ബുക്ക് പ്രോ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ മാക്ബുക്ക് എയറാണ്. എയർ ഇവിടെ കാണുന്നില്ലല്ലോ, ഇതെല്ലാം പ്രോയാണല്ലോ. എയർ എവിടെ? മാക്ബുക്ക് എയർ ഇല്ലേ? ഇവിടെ മൊത്തം പ്രോയാ. എയർ എവിടെ? ഇത് എയറാണോ? ഇത് എയറിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഈ ഐറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. M3 ചിപ്പും 512GB SSDയും 24GB റാമും വരുന്ന സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതങ്ങോട്ട് ചാമ്പാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നമുക്ക് നോക്കാം. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽ ടോപ്പ് എൻഡാണ്. ടോപ്പ് എൻഡ് മീൻസ് എയറിൻ്റെ സീരീസിൽ വരുന്ന ടോപ്പ് എൻഡ് മോഡലാണ് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. 24GB 512GB SSD. Very good. Yep. So അതൊന്ന് നോക്കിയാലോ. ഓൾമോസ്റ്റ് $2,000 വരുന്നുണ്ട്. 949, അതായത് 1949. ആഫ്റ്റർ ടാക്സ് എങ്ങനെ പോയാലും ഒരു 2200 റേഞ്ചൊക്കെ വരും അല്ലേ? നമുക്ക് നോക്കാം. സോ അതങ്ങോട്ട് ചാമ്പിയാലോ? ഞാൻ അങ്ങോട്ട് ചാമ്പുള്ള പരിപാടിയാണ്. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിയതാണ് ഓൺലൈനിൽ. ജസ്റ്റ് നമ്മളൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറിൽ വന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. മാക്കിലേക്ക് മാറാം. എന്തതുകൊണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് മൊത്തം ആപ്പിളിൻ്റെ യൂസ് ആയി കഴിയുമ്പോൾ ആ ഒരു iOS എക്കോസിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാം കൊണ്ടും ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ബില്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിൻ്റെ വില കേട്ടാലാണ് നമുക്കൊക്കെ നെഞ്ഞ് പടയുക. ഇവിടെ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. EMI-യിലായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാണ്ട്, റെഡി പൈസ കൊടുത്തിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 0% APR-ലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ സാധനം മേടിക്കാൻ പറ്റും. നാട്ടിലെ ഏകദേശം
1.5 ലക്ഷം രൂപയോളം അതിൻ്റെ മുകളിൽ വില വരും. 1,55,000 ആ റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ ടോപ്പ് എൻഡിന് റേറ്റ് വരുന്നത്. ആ ഒരു മോഡലാണ് ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും മേടിക്കാം. ഓക്കെ, മേടിച്ചിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒന്നെങ്കിൽ ഇതിൻ്റെ ഒപ്പിടും, അല്ലെങ്കിൽ വേറെ വീഡിയോയിലിടാം. ഓക്കെ ഓക്കെ അങ്ങനെ ലാപ്പും മേടിച്ച് ഒരു 2 ലക്ഷം രൂപയോളം കാശ് ഇന്ന് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വലിപ്പത്തിനും കാണിക്കാനൊന്നല്ല കേട്ടോ. 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയോളം നമുക്ക് ലാപ്പിന് പൊട്ടി. ഇനി പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിച്ച്, അപ്പോൾ ഡോളറിൽ നിന്ന് നമ്മൾ INR കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. ഏതായാലും ഇനി മാക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞങ്ങൾ വീട്ടിൽ പോകണം, കാരണം തളർന്ന് നടക്കാനൊന്നും വയ്യ. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ആ മാക്കും കൂടി അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. നമ്മളെ നീണ്ട നേരത്തെ തെണ്ടി നടക്കൽ കഴിഞ്ഞ് നമ്മൾ ഈറ്റൺ സെൻറ്ററിൽ തെണ്ടി നിരങ്ങി അവസാനം ഇപ്പോൾ യൂണിയൻ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ഗോ ട്രെയിൻ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മാക്ബുക്ക് അൺബോക്സ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ കാണിക്കാം. അതോടുകൂടി നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം ഹോപ്പ്ഫുള്ളി. ഓക്കെ, നമ്മൾ ഇനി ഗോ ട്രെയിനിലാണ് വീട്ടിലേക്ക് പോണത്. ഗോ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ടാപ്പ് ചെയ്യണം. നമ്മൾ ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ടാപ്പ് ചെയ്യണം. അതിന് ടാപ്പ് ഓഫ് എന്ന് പറയും. ടാപ്പ് ഓണും ടാപ്പ് ഓഫും. അപ്പോൾ അവർ ഡിസ്റ്റൻസിനനുസരിച്ചാണ് നമ്മളതിന് കാശ് പിടിക്കുക. അപ്പോൾ ഞാൻ ടാപ്പ് ഓൺ ചെയ്യാൻ പോണേണ്. ടാപ്പ് ഓൺ ചെയ്തു. എൻ്റെത് സ്റ്റുഡൻറ്റ് കാർഡാണ്. അപ്പോൾ ഇതിന് കിടക്കണത് $2 എൻ്റെ അടുത്ത് ഇപ്പോൾ പിടിച്ചത്, $2.64. ആക്ച്വലി ഞാൻ സ്റ്റുഡൻ്റ് അല്ല, പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കോസ്റ്റ് സേവിങ് നടത്തുക. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ കാർഡ് എടുത്തേക്കണേണ്. അപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് ബെനിഫിറ്റ് കിട്ടും, ലൈക്ക് റീചാർജിലൊക്കെ ചെറിയ ഓഫർ കിട്ടും. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്. അപ്പോൾ $2.64 ഇപ്പോൾ പോയി. ഇനി ടാപ്പ് ഓഫ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഏകദേശം $1 സംതിങ് പോകുന്നു. അങ്ങനെ ടോട്ടൽ ഒരു അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി $4 അടുത്ത് ചാർജ് വരും. $1 എത്ര സെൻസാണ് വരിക. ടോട്ടൽ ഒരു 4 സെൻസോളം വരും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അഗെയിൻ ബസ്സിലേക്ക് മാറി 116 ബസ് എടുത്തിട്ട്, ബസ്സിൻ്റെ നമ്പറാണ് കേട്ടോ 116, കൺഫ്യൂസ് ആവണ്ട. അപ്പോൾ ആ ബസ് എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഓൾമോസ്റ്റ് ഒരു 40-45 മിനിറ്റിനകത്ത് നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തി. ഇനി ഇതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് വേണം ഇതിനകത്ത് കയറാൻ. ഇത് ഡബിൾ ഡെക്കറാണ്. ഇതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് അകത്ത് കയറുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ട്രെയിനിൽ കയറുന്നു. മോള് കയറാം. ഫസ്റ്റ് നിലയിൽ കയറണല്ല, നമുക്ക് 2ാമത്തെ നിലയിലേക്ക്. 2ാമത്തെ ഇത് അടുത്ത ലെയർ. ഇതുമല്ല, നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ലെയറിൽ പോകാം. യെസ്, ലൈക്കായോ? അപ്പോൾ നമുക്കിത് നൈസായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓ മൈ ഗോഡ്, ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ മുതൽ. അങ്ങനെ അവസാനം അവനെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മാക്ബുക്ക് എയർ. ഓക്കെ, നമുക്ക് പതുക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആപ്പിളിൻ്റെ ഒരു പാക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സീല് പൊട്ടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട്. ആ ഒരു സീൽ ഇങ്ങനെ പതുക്കെ വലിക്കുമ്പോഴേ ആ പാക്കേജിങ് സീൽ ഉണ്ടല്ലോ, അതിങ്ങോട്ട് വലിച്ച് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടാണ്ട്. അത് ഈ ബ്രാൻഡിൻ്റെ പാക്കേജിങ്ങിൻ്റെ പ്രത്യേകതയാണോ, ഈ ബ്രാൻഡിൻ്റെ ഓവർ ഹൈപ്പ് കൊണ്ടുള്ളതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് സാധനം പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ബിസ്മില്ലാഹിർ. ഈ വലി ഉണ്ടല്ലോ, ഈ വലി ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. യെസ്, ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചു. ഇളക്കട്ടെ, ബോക്സ് നന്നാക്കട്ടെ. അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടി ഉണ്ട്. യെസ്, അങ്ങനെ 2 നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് പതുക്കെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോഫയൊക്കെ കൂടെ. ബിസ്മില്ലാ. നമ്മുടെ ഐറ്റം ഫുള്ള് ഒരു ഇതിനകത്ത് റാപ്പ് ചെയ്തേക്കുക. ഐറ്റം റാപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ചാർജിങ്ങിൻ്റെ കേബിൾ ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് പേപ്പേഴ്സും കാര്യങ്ങളും യൂസേഴ്സ് മാനുവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊരെണ്ണം. പിന്നെ എന്താ, ഇത് ചാർജിങ് അഡാപ്റ്ററും കേബിളും, അത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ബോക്സിനകത്ത് ഉണ്ടാവില്ല.
അത് പിന്നെ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ നിലവിലെ ഒരു സ്ഥിതിഗതി. ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭാരമാണ് എന്തായാലും. നമുക്കിത് പതുക്കെ ഇങ്ങനെ തുറന്ന് നോക്കാം. ഓക്കെ, നമ്മൾ തുറന്നു. ഓ മൈ ഗാഡ്, യെസ്, ഓ യെസ്. ഇതിപ്പോൾ ഇങ്ങനെ കാട്ടിക്കൂട്ടാനൊക്കെ ഉണ്ടോ ചോദിച്ചാൽ കാട്ടിക്കൂട്ടാനൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്പുറത്ത് ഓരോന്ന് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് തുറന്നു നോക്കാം. കാണില്ലേ സാധനം? എന്താണ് സാധനം? ഓക്കെ, ബിസ്മില്ലാ. യെസ്, തുറന്നപ്പോൾ തന്നെ സാധനം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. സൂപ്പർ. എമ്മാതിരി ഫിനിഷിങ്, അതാണ് ഇവരെ ഏറ്റവും വലിയ പ്രത്യേകത. ഫിനിഷിങ് അപാരമായിരിക്കും. ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ആപ്പിൾ ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ച് സാധനം സെറ്റ് ചെയ്യണം. ഞാൻ മിഡ് നൈറ്റ് കളറാണ് മേടിച്ചത്. കൊള്ളാം, നല്ലൊരു കളറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കളറാണ്, അതുകൊണ്ട് ഞാൻ അത് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുക. പിന്നെ ഇനി ഞാൻ ഈ ഫസ്റ്റ് വ്ളോഗ് ഇട്ട സമയത്ത് ഉണ്ടായിരുന്ന സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച കേസ്, നിങ്ങളെന്താ മലപ്പുറത്തല്ലേ, എന്നിട്ട് നിങ്ങൾ മലപ്പുറത്തെ ഭാഷ അറിയാത്തത്? എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷ മലപ്പുറം ഭാഷയാണ്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഈ എറണാകുളം, അതേപോലെ ആലപ്പുഴ അങ്ങനത്തെയൊക്കെ സൈഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇന്നെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ സംസാരിക്കണ ഭാഷയിൽ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കും. കാരണം ഞാൻ മലപ്പുറം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും തിരിയില്ല. അതാണ് ഒരു മെയിൻ സംഭവം. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വഴിക്ക് എന്താ പറയുക, ഇനി വരുന്ന വീഡിയോസ് കൂടെയൊക്കെ നമ്മളെ ഭാഷ തന്നെ തുടർന്ന് വർത്താനം പറഞ്ഞുകൊടുക്കും. കാരണം എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം മലപ്പുറം ഭാഷയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിനി മലപ്പുറം ഭാഷയിലായിരിക്കും വീഡിയോസൊക്കെ ഇനി ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം ചെയ്യുക. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കാരണം എൻ്റെ കയ്യിൽ നിന്ന് നല്ല പൈസ പൊട്ടിക്കുന്നു, നല്ല സങ്കടമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.